എമ്പുരാൻ എന്ന സിനിമ ഉണ്ടാക്കിയിരിക്കുന്ന ബഹളങ്ങൾ ഇപ്പോഴും സമാപിച്ചിട്ടില്ല. ഇന്നത്തെ ദേശാഭിമാനി ദിനപത്രത്തിലും എമ്പുരാൻ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നു, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അട്ടിമറിക്കുന്നു എന്ന് പറഞ്ഞ് എം മുകുന്ദനും ഷാജിയൻ കരുണും MK സാനുവും അടക്കമുള്ളവരുടെ പ്രസ്താവനയുണ്ട്. കാൽക്കാച്ചിന് കൊള്ളാത്ത ഒരു സിനിമ ചില ആളുകളുടെ കുബുദ്ധിയുടെ ഭാഗമായി വിവാദമുണ്ടാക്കി സമൂഹത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് മാർക്കറ്റിംഗ് തന്ത്രമായി കളത്തിലിറക്കി വിട്ടതിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. അവരുണ്ടാക്കിയ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ എമ്പുരാൻ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മറികടക്കുന്നു. അതിന്റെ ഭാഗമാണ് ഇപ്പോഴത്തെ റെയ്ഡ് തുടങ്ങിയ വിവാദങ്ങളിലൂടെ തുടരുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണം അടക്കമുള്ള വന്നതിന്റെ കാരണത്തിലേക്ക് ആരും കടക്കുന്നില്ല. വാസ്തവത്തിൽ എമ്പുരാന്റെ യഥാർത്ഥ നിർമ്മാതാക്കളായിരുന്ന അവസാന നിമിഷം വരെ എമ്പുരാന് ഫണ്ട് ചെയ്തിരുന്ന ലൈക്ക പ്രൊഡക്ഷൻസ് എന്ന ശ്രീലങ്കൻ വംശജനായ ബ്രിട്ടീഷ് പൗരന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടായ വിവാദമാണ്. അവസാന നിമിഷം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ലൈക്കയുടെ ഉടമയായ സുഭാസ്കരൻ തടിതപ്പിയത്. ലൈക്ക ഒരു വിവാദ കമ്പനിയാണ്. ലോകത്തിന്റെ നാനാഭാഗത്ത് ലൈക്കയുമായി ബന്ധപ്പെട്ട കേസുകളും പരാതികളും നടപടികളും ഉണ്ടായിട്ടുണ്ട്. ലൈക്ക ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയതുപോലും ദുരൂഹമായാണ്. അവസാനം അവർ ഇറക്കിയേണ്ട 5ഓളം മെഗാ ബജറ്റ് സിനിമകൾ പൊളിഞ്ഞുപോയി. ഏതാണ്ട് 1000 കോടിയുടെ നഷ്ടമാണ് ലൈക്കയ്ക്കുണ്ടായത്. അതിന്റെ തുടർച്ചയായാണ് അവർ എമ്പുരാനിൽ പണം നിക്ഷേപിച്ചതും ആ പണം ഇടയ്ക്ക് വെച്ച് സെറ്റിൽ ചെയ്ത് തിരിച്ചുപോയതും. വാസ്തവത്തിൽ ലൈക്കയുടെ ഇടപാടുകൾ രാജ്യത്തെ അന്വേഷണ ഏജൻസികളുടെ റഡാറിൽ നേരത്തെ തന്നെ പതിഞ്ഞിട്ടുണ്ട്.